ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. മതിലകത്ത് അഖില കേരള അണ്ടർ 19 വോളിബോൾ ടൂർണമെന്റ് സംഘാടക സമിതി രൂപീകരിച്ചു. അഖില കേരള അണ്ടർ 19 വോളിബോൾ ടൂർണമെന്റ് ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ മതിലകത്ത് സംഘടിപ്പിക്കുവാൻ തീരുമാനമായി. കോസ്മോസിന്റെ ആതിഥേയത്വത്തിൽ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് തീരുമാനം. ടൂർണമെന്റിനായി കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് മുഖ്യ രക്ഷാധികാരിയായും KK വത്സരാജ് MLA ചെയർമാനായും ഹംസ വൈപ്പിപ്പാടത്ത് ജനറൽ കൺവീനറായും മുൻ MLA ET ടൈസൺ ചീഫ് കോർഡിനേറ്ററായും സംഘാടക സമിതി രൂപീകരിച്ചു. മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി. സംഘാടക സമിതി രൂപീകരണ യോഗം KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ ആരംഭിച്ചത്. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കളിയിടങ്ങളെ സംബന്ധിക്കുന്ന ഒരു സെമിനാർ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓൾ കേരള അടിസ്ഥാനത്തിലുള്ള ഒരു വോളിബോൾ അണ്ടർ 19 മത്സരത്തിന് വേദിയാകാൻ മതിലകത്തിന് ഒരു അവസരം ലഭിച്ച കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ആ മത്സരത്തെ ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ വരുന്ന മത്സരാർത്ഥികളായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉചിതമായ രീതിയിലുള്ള സൗകര്യങ്ങൾ അത് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘാടക സമിതി രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ മതിലകം വോളിബോളിൻ്റെ ഒരു തട്ടകം എന്ന രീതിയിലാണ് എല്ലാ കാലത്തും കായിക പ്രേമികൾക്ക് വലിയ രീതിയിൽ ആവേശം പകരുന്ന നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്ത പ്രദേശം എന്ന രീതിയിലും, അതുപോലെ തന്നെ സ്പോർട്സ് താരങ്ങളെ സംഭാവന ചെയ്ത പ്രദേശം എന്ന രീതിയിലും എന്തുകൊണ്ടും അത്തരത്തിലുള്ള ഒരു സംസ്ഥാനതല മത്സരം ഏറ്റെടുക്കാൻ കഴിയുന്ന, എല്ലാ അർത്ഥത്തിലും ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ മതിലകം. വിശേഷിച്ച് ഈ സെന്റ് ജോസഫ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ കായിക പ്രേമികളും പൊതുജനങ്ങളും അത്തരമൊരു സംരംഭത്തെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോസ്മോസ് പ്രസിഡന്റ് VK മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ET ടൈസൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ റോച്ച, CS രവീന്ദ്രൻ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, സെക്രട്ടറി സാലി ലൂയിസ്, കോർഡിനേറ്റർ ഹംസ വൈപ്പിപ്പാടത്ത് എന്നിവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാതിക്കോട് അൽ അക്സ പബ്ലിക് സ്കൂൾ, കാതിക്കോട് ജവഹർ ലൈബ്രറി ഗ്രൗണ്ട് എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 28 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം. ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം
ഒരു വികാരമാണ് നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.